എന്നെ കൊണ്ട് ഈ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ പറ്റുള്ളൂ. വല്ല ചൊറിയോ ചെരങ്ങോ പൊടിഞ്ഞോ അങ്ങനെ കൊച്ചു കൊച്ചു കാര്യങ്ങൾ. നീ എന്തിനാ എടുത്താ പോകുന്ന കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തത്? ഇതെന്നാ സംഭവം എന്നാന്ന് ഉറക്കത്തെ എന്നെ അറിയില്ല. ഞാൻ നേരത്തെ പറഞ്ഞു രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്റെ കാലെ കെട്ടി വീണ് കിടന്ന് ഭക്തി ഇറങ്ങണം. രാവിലെ പോയിട്ട് വന്നപ്പോ എന്നെ തന്തയ്ക്ക് തിരുപ്പിടിക്ക് പിടിച്ചിട്ടാണ് പോകുന്നത്. അറിയണം നീ പശുവിന് ജനപിടിപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞു. ആരുടെങ്കിലും കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ചാരായ മൂഞ്ചിയായിരുന്നു. മൂഞ്ചിയോ? പശുവിനെ ജനപിടിപ്പിക്കാൻ ഞാൻ കാളാണ്. കാശ് മേടിച്ച് ചാരായ മൂഞ്ചി. ഞാൻ ഒരു മനുഷ്യനോട് മേടിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞല്ല ഈ നാട്ടിലുള്ള ഒരു മനുഷ്യന് പറയുക. ഇല്ലെന്ന് പേടിച്ച ആൾക്കാർ ചീത്ത ഇല്ലെന്ന് എന്റെ പെറ്റ തള്ളയാർത്തി ഒരു മനുഷ്യൻ എന്നൊക്കെ നേരക്കാടാന്ന് ഓർക്കുന്നത്. ഒരു മനുഷ്യന് മേടിച്ചു. ഞാൻ സമ്മതിക്കത്തില്ല. ആരും അങ്ങനെ പറയത്തില്ല. ആര് പറഞ്ഞു? കാർത്തിക കാർത്തിയാനോട് പറ്റുമെന്ന് ജനം ഉണ്ടായില്ലെന്ന് പറഞ്ഞ ഇയാൾ അറിയേണ്ട കാര്യം എന്താണ്? ഞാനിവിടെ വഴി പോലെ നിൽക്കുകയല്ലേ. ഞാനുണ്ടല്ലോ കേട്ടാ ഇരുത്താനും നോക്കണ്ട. 10,400 കൊല്ലക്കാലമായിട്ട് നിൽക്കുന്ന കാറാണ്. 5000 കൊല്ലമായിട്ട് ഞാനത് കേട്ടോണ്ടിരിക്കുന്നു. എന്റെ പൊന്നെ കൊന്നിരിക്കവിടെ സമാധാനത്തോടെ തന്നിട്ട് കാര്യം പറ. വേണമെങ്കിൽ എത്ര ദിവസമാണ് നീ ഇങ്ങോട്ടൊന്ന് വന്നിട്ട്? ഇയാൾ തലക്കെന്റെ ബോളമാണ്. ഞാൻ മിനിഞ്ഞാട്ടല്ലേ അങ്ങോട്ട് വന്നിട്ട് പോകുന്നത്. നീയാണോ? പിന്നെല്ലാരാ നിന്റെ പുറത്ത് കയറി കള്ളല്ല. ആ കള്ളു കുടിച്ചപ്പോൾ അങ്ങോട്ട് വരാൻ തോന്നിയതല്ലേ. ഉള്ള കള്ളും വെള്ളം എല്ലാം കൂടെ കുടിച്ചോണ്ട് വന്ന് എന്റെ ബെരുക്കലൊക്കെ ഛർദ്ദിച്ച് വെച്ച് 2 പട്ടികൾ വന്ന് നക്കി തിന്നില്ലായിരുന്നു. എനിക്കൊന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്തൊരു നാറ്റമായിരുന്നു. ഞാൻ എവിടെയോ 2 സ്ഥലത്ത് വാള് വെച്ചായിട്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ബലിക്കല്ലായിരുന്നല്ലേ? നിനക്ക് എന്നെ കുറിച്ച് എന്തെങ്കിലും വിചാരമുണ്ട്? അതെന്നെ നിങ്ങളെ കുറ്റല്ല പിന്നെ വേറെ ആരെ കുറ്റ? നീ 3 നേരം വെട്ടി പിടിക്കുന്നില്ല. വല്ലപ്പോഴൊക്കെ കിട്ടുന്നൊക്കെ നിന്നു. അല്ലാതെ എനിക്കും മരുന്നിരിക്കത്തില്ലേ? എനിക്കും എന്നെ വിശപ്പും ദാഹമൊക്കെ. നീ ആരോടെങ്കിലും പറഞ്ഞു ഒരു നേരത്തെ ഞാൻ എവിടെ നേരത്തെ തിന്നടാ. നീ ആൾക്കാരെ എന്നോടല്ലേ പറഞ്ഞോണ്ടിരുന്നത്? നീ പോയിട്ട് എന്റെ പ്രജകളോട് പറയാൻ നേർച്ച പ്രജ പന്തമത്തെ ശശി മഹാരാജോ പ്രജ? ഒരാള് പ്രജ പറഞ്ഞതിന്റെ വിഷമം ഇപ്പോഴും തീർന്നിട്ടില്ല. അപ്പൊ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലേ? നമ്മുടെ കൂട്ടത്തിലുണ്ടാകുന്ന 5-6 പറക്കുടി വിലക്കുടിയൊക്കെ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മറ്റേ സൈഡിൽ പോയെന്നേ. മറ്റേ സൈഡ്? അതേ സൈഡ് 4-ാം വേദക്കാരുടെ കൂടെ പോയി. അവരെങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? അയ്യോ, അവരാരും ഇങ്ങോട്ട് വന്നല്ല. നമ്മുടെ ആളുകളുടെ തള്ളക്കറി അങ്ങോട്ട് ചെന്നതാണ്. അമേരിക്കൻ മാവും പാൽപ്പൊടിയും കിട്ടുമെന്ന് അറിഞ്ഞപ്പോ പുസ്തകം എടുത്ത് കടത്തിക്ക് ഒരു പാട്ട് പാടി നടക്കുക. എന്നു തീരും എന്റെ കഷ്ടം എന്റെ ദൈവമേ, അന്നു തീരും എന്റെ അവരുടെ കൂടെ പുസ്തകം നടന്ന് ഇതൊക്കെ കേട്ട് പഠിക്കും. ഇതൊക്കെ ആവുമ്പോ പെട്ടെന്നൊക്കെ പഠിക്കും. പിന്നെ അതല്ലേ അവരെല്ലാരും ഒരുമിച്ചായി? ഒരുമിച്ചൊന്നുമല്ല, അതറിയാമല്ലേ. ഇവിടുന്ന് ചെന്ന ഈ പട്ടിണിപ്പാലങ്ങളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ ആ തോട്ടുവരമ്പത്ത് ഒരു കൊച്ചു പള്ളി പണിത് കൊടുത്തിട്ടുണ്ട്. മറ്റവർക്കൊക്കെ അങ്ങ് റോഡ് സൈഡ് വലിയ പള്ളിയാണ്. നല്ല വെളുത്ത അച്ഛനാ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നല്ലതല്ലോ. അവരുടെ ദൈവത്തെ ഒന്ന് കാണാൻ മാത്രം. എന്താ എന്നെ പോലെ വലിയ വീരനാണോ? വീരനായിട്ടൊന്നും അല്ല, ആളും മെല്ലിച്ചിട്ടാണ്. ഇറുക്കിന് പോലെ മുടിയൊക്കെ ഇങ്ങനെ പിരിവിരാന്ന് പിരിഞ്ഞ് കിടക്കും. പൂച്ചക്കണ്ടൊക്കെയാണ്. അങ്ങനെ കണ്ടാലുണ്ടല്ലോ കള്ളക്കടം മേടിച്ചാലും നമ്മൾ നേർച്ചയിടും. ആ ആളുകളൊക്കെ തന്നെ വന്ന് കണ്ടാൽ കവളമടൽ വെട്ടിയടിക്കും. തുരുമ്പിന്റെ പാൽ പിടിച്ചിട്ട് അങ്ങോട്ട് ചെല്ലല്ലേ. അങ്ങനെ തായ്പ വെടി വെക്കും. വെടി കൊള്ളാം, നന്നായിരിക്കുന്നു. കാക്കത്തീട്ട ഒലിപ്പിച്ച മീശ പറ്റോണ്ട് നിൽക്കുക. എടോ, കുട്ടനാട്ടിലെ വല്ല റിസോർട്ടുകാർ കണ്ടാൽ തന്നെ വിളിച്ച് അതിന്റെ വാർത്ത കൊണ്ട് നിർത്തും കാവലായിട്ട്. എന്നിട്ട് ഈ ബുക്കിൽ ഇട്ടുകൊണ്ടല്ലോ ഒരു QR കോഡ് ഒട്ടിച്ചു നോക്കും. നിങ്ങൾ തായ്പ മാറാൻ ഫോട്ടോ എടുക്കും. കൊണ്ട് നിർത്തണ്ട ഞാനവിടെ.